ഇപ്പോൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഒഫീഷ്യലി ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബാസയുടെ ഫസ്റ്റ് ടീമിലേക്കും ബാസ അത്ലറ്റിക്കിലേക്കും ആരൊക്കെ വന്നു ആരൊക്കെ പോയി അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത് എസ്റ്റാനിസ് പെഡ്രോളെ പറ്റിയിട്ടാണ്. ഈ ഒരു താരം കഴിഞ്ഞ സീസണിലാണ് ബാസ വിട്ടിട്ട് സാംഡോറിയയിലേക്ക് പോകുന്നത്, അതും ലോൺ ഡീൽ വഴി. ആ ഒരു ലോൺ ഡീലിനകത്ത് 3 മില്യൺ യൂറോസിൻ്റെ ഒരു ബൈ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീസൺ എൻഡായി കഴിഞ്ഞാൽ സാംഡോറിയ നിർബന്ധമായിട്ട് ആ ഒരു പ്ലെയർ സൈൻ ചെയ്യണമെന്നായിരുന്നു ആ ഒരു ക്ലോസ്. അങ്ങനെ സീസൺ എൻഡായപ്പോൾ പെഡ്രോളയെ സാംഡോറിയ പെർമനൻ്റായിട്ട് സൈൻ ചെയ്തു. പ്ലെയറിൻ്റെ ഫ്യൂച്ചേഴ്സിലെ ചെറിയൊരു ശതമാനം റൈറ്റ്സ് ബാസ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീലായിരുന്നു ചെടി റിയാദ് ഡീൽ. അപ്പോൾ കഴിഞ്ഞ സമ്മറിലായിരുന്നു പ്ലെയർ ലോൺ ഡീൽ വഴി റയൽ ബെറ്റിസിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു റയൽ ബെറ്റിസ് ഡീലിനകത്ത് ബാസ 9 മില്യൺ യൂറോസിൻ്റെ ഒരു ബൈ ഓപ്ഷൻ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീസൺ എൻഡായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ ഒരു ക്ലോസ് ട്രിഗർ ചെയ്യണമെന്നായിരുന്നു ബാസ പറഞ്ഞത്. അങ്ങനെ സീസൺ എൻഡായപ്പോൾ റയൽ ബെറ്റിസ് ഈ ഒരു താരത്തെ സൈൻ ചെയ്തു. അങ്ങനെ ആ ഒരു ഡീൽ ഡണ്ണാക്കിയതിന് ശേഷം റയൽ ബെറ്റിസ് ഈ ഒരു താരത്തെ ക്രിസ്റ്റൽ പാലസിലേക്ക് നൽകി ഏകദേശം 15 മില്യൺ യൂറോസിന്. അപ്പോൾ ബാസയും ഈ ഒരു ഡീലിൽ നിന്നും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി, റയൽ ബെറ്റിസ് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീലായിരുന്നു സെർജിനോ ഡെസ്റ്റ് ഡീൽ. പ്ലെയർ ലോൺ ഡീൽ വഴിയായിരുന്നു ഈ ഒരു PSVയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ഡീലിനകത്ത് ബാസ ഒരു ബൈ ഓപ്ഷനോ കാര്യങ്ങളോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. സീസൺ എൻഡാകുമ്പോൾ ഡിസ്കസ് ചെയ്യാമെന്ന രീതിയിലായിരുന്നു പല മീഡിയാസും പറഞ്ഞത്. അങ്ങനെ പ്ലെയർ ഈ ഒരു PSVയിൽ ജോയിൻ ചെയ്തു. PSVയിലാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് കാഴ്ചവെക്കാൻ തുടങ്ങിയത്. ആ ഒരു പെർഫോമൻസിൻ്റെ പുറത്ത് ബാസ വിചാരിച്ചത് ഈ ഒരു പ്ലെയറിൻ്റെ പേരിൽ ഏകദേശം ഒരു 10 മില്യൺ യൂറോസ് ചോദിക്കാമെന്നൊക്കെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് പ്ലെയർ ഇഞ്ചേർഡ് ആവുന്നത്. ആ ഒരു ഇഞ്ചുറി കാരണം ബാസയ്ക്ക് വലിയ രീതിയിലുള്ള ഡിമാൻഡ്സ് മുന്നോട്ടെക്കാൻ പറ്റാതെയായി. അങ്ങനെ സീസൺ എൻഡായ സമയത്ത് വലിയ രീതിയിലുള്ള നെഗോസിയേഷനോ കാര്യങ്ങളോ നടത്താതെ ബാസ ഫ്രീ ട്രാൻസ്ഫർ എന്ന രീതിയിൽ സെർജിനോ ഡെസ്റ്റിനെ ഒരു PSVയിലേക്ക് നൽകി. ഇപ്പോൾ പ്ലെയർ ഇപ്പോൾ പെർമനൻ്റായിട്ട് PSVയുടെ പ്ലെയറാണ്. പക്ഷേ പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സെയിലിന് 50% റൈറ്റ്സ് ബാസ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീലായിരുന്നു മാർഗ്വയുടെ ഡീല്. അപ്പോൾ മാർഗ്വേ എന്ന് പറയുന്ന താരത്തിൻ്റെ എക്സിറ്റ് ബാസ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം പ്ലെയറിൻ്റെ കണ്ടിന്യൂറ്റിക്കായിരുന്നു ബാസ ഇമ്പോർട്ടൻസ് കൊടുത്ത്. അപ്പോൾ ബാസ ഈ കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ അത്യാവശ്യം ബെറ്റർ കോൺട്രാക്റ്റ് പ്ലെയറിന് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്ലെയറിനാണെങ്കിൽ അതിനേക്കാളും ബെറ്റർ ഓഫറാണ് ആഗ്രഹിച്ചത്. അപ്പോൾ ചെൽസി ഈ ഒരു താരത്തിൻ്റെ ഡ്രീമിന് കണക്കായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളും മുന്നോട്ട് വെച്ചു. ബെറ്റർ സാലറി, അതേപോലെ തന്നെ ഫസ്റ്റ് ടീം ആക്ഷൻ എന്ന രീതിയിൽ. അപ്പോൾ പ്ലെയർ ആണെങ്കിൽ ആ ഒരു മൂവിന് റെഡിയായി. അങ്ങനെ ആ ഒരു ഡീല് നടന്നു. ഇപ്പോൾ ചെൽസി ഒരു താരത്തിൻ്റെ റിലീസ് ക്ലോസ് ആയ 6 മില്യൺ യൂറോസ് ട്രിഗർ ചെയ്തിട്ടാണ് പ്ലെയറെ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നടന്ന ഡീലായിരുന്നു ഓറിയോൾ റൊമിയോ ഡീല്. പ്ലെയർ ലോൺ ഡീൽ വഴിയാണ് ഇപ്പോൾ ജിറോണയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡീലിനകത്ത് ബാസ ഒരു ബൈ ഓപ്ഷൻ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. സീസൺ എൻഡാകുമ്പോൾ ബാസ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമെന്നാണ് മീഡിയാസ് പറയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അതായത് സീസൺ എൻഡാകുമ്പോൾ ജിറോണ ഈ ഒരു താരത്തെ പെർമനൻ്റായിട്ട് സൈൻ ചെയ്യും. മിക്കവാറും ബാസ ഇത് ഒരു ഫ്രീ ട്രാൻസ്ഫർ ആക്കി മാറ്റാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം. അത് കഴിഞ്ഞിട്ട് മാർക്കസ് അലോൺസോയുടെയും അതേപോലെ തന്നെ സെർജി റോബർട്ടോയുടെയും എക്സിറ്റാണ് നടന്നത്. കോൺട്രാക്റ്റ് അവസാനിച്ചിട്ടാണ് അവർ ക്ലബ് വിട്ട് പോകുന്നത്. പിന്നെ അതിനുശേഷം ബാസ ജൂലിയൻ അറാഹോയുടെ എക്സിറ്റ് നടത്തി പ്ലെയറെ ബോൺമോത്തിലേക്കാണ് നൽകിയത് ഏകദേശം 10 മില്യൺ യൂറോസിന്. ആ ഒരു ഡീലിനകത്ത് പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സെയിലിൻ്റെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ഒരു ബൈബാക്ക് ക്ലോസും ബാസ ആഡ് ആക്കിയിട്ടില്ല. എന്തായാലും അത് ഒരു ലോസ് ക്രിയേറ്റ് ചെയ്തൊരു ഡീൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ബാസ പാവ് വിക്ടർ ഡീല് നടത്തി 2.7 മില്യൺ യൂറോസിനായിരുന്നു ബാസ ഒരു ഡീല് നടത്തിയത്. അത് മാത്രമല്ല പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സെയിലിൻ്റെ റൈറ്റ്സ് ഏകദേശം 50% റൈറ്റ്സ് ജിറോണയ്ക്ക് നൽകിയിട്ടാണ് ഈ ഒരു ഡീൽ നടത്തിയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബാസ നടത്തിയ ഡീലായിരുന്നു ഡാനി ഓൾമോ ഡീല്. ഇപ്പോൾ RB ലൈപ്സിക്കിൽ നിന്നും പ്ലെയറെ ഏകദേശം 55 മില്യൺ യൂറോസ് പ്ലസ് 7 മില്യൺ ആഡ് ഓൺസിനാണ് ബാസ സൈൻ ചെയ്തത്. അപ്പോൾ നിലവിൽ ബാർസ ഫസ്റ്റ് ടീമിന് വേണ്ടി നടത്തിയ ഏക സൈനിങ് ആയിരുന്നു ഡാനി ഓൾമോ ഡീൽ. ഇതിനുശേഷം ബാസ നടത്തിയത് ഗുണ്ടോവാൻ്റെ എക്സിറ്റ് ആയിരുന്നു. പ്ലെയറെ മീഡിയ പ്രഷർ യൂസ് ചെയ്തിട്ട് ഈ ഒരു മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് നൽകി. ഫ്രീ ട്രാൻസ്ഫർ ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് മിക്കേൽ ഫയയുടെ എക്സിറ്റ് ബാസ നടത്തി പ്ലെയറെ പെർമനൻ്റായിട്ട് റെനീസ് എന്ന് പറയുന്ന ക്ലബിലേക്കാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡീൽ നടന്നിട്ടുള്ളത് ഏകദേശം 10.5 മില്യൺ യൂറോസും അതേപോലെ തന്നെ പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സെയിലിന് ചെറിയൊരു ശതമാനം റൈറ്റ്സ് ബാസ സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡീലിനകത്ത് ഒരു ബൈബാക്ക് ക്ലോസും ബാസ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം 35 മില്യൺ യൂറോസിൻ്റെ. അപ്പോൾ പ്ലെയർ ഈ ഒരു റെനീസ് എന്ന് പറയുന്ന ക്ലബിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ബാസ ചിലപ്പോൾ ഈ ഒരു താരത്തെ തിരിച്ചുകൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. എന്താവുമെന്നത് കണ്ട് തന്നെ അറിയാം.
അത് കഴിഞ്ഞിട്ട് നടന്നതായിരുന്നു എക്സ്വേ ഡീലായിരുന്നു. ഇപ്പോൾ പ്ലെയറിനാണെങ്കിൽ ഫ്ലിക്കിനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ പ്ലെയർ ഇപ്പോൾ ലോൺ ഡീൽ വഴി സെൽറ്റിക്കിലേക്ക് പോയിട്ടാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ ലോൺ ഡീൽ വഴി ലെവാൻഡയിലേക്ക് പോയ പ്ലെയറും കൂടിയായിരുന്നു ഒരു എക്സ്വേ. ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ബട്ട് ഫ്ലിക്കിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന ലെവലിൽ പ്ലെയർ എത്തിയിട്ടില്ല. അപ്പോൾ സെൽറ്റിക്ക് പോയിട്ട് ഇനിയും ബെറ്റർ ആവുകയാണെങ്കിൽ നെക്സ്റ്റ് സീസണിൽ പ്ലെയറെ ബാസെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ബാസ് ചെയ്ത് താരത്തെ സെല്ല് ചെയ്യും. എന്തായിരിക്കും റിയാലിറ്റി എന്നത് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീലായിരുന്നു വിക്ടർ റോക്കെ ഡീൽ. പ്ലെയറെ ലോൺ ഡീൽ വഴി റയൽ ബെറ്റിസിലേക്കാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ 1 year ലോൺ ഡീലാണ് ഇത്. അപ്പോൾ ആ ഒരു ലോൺ ഡീലിനകത്ത് ചില ക്ലോസ് ബാസ് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ വിക്ടർ റോക്കയുടെ പെർഫോമൻസ് റയൽ ബെറ്റിസിന് ഇഷ്ടമാകുകയാണെങ്കിൽ 25 million euros നൽകിയിട്ട് പ്ലെയറെ പെർമനൻ്റ് ആയിട്ട് സ്വന്തമാക്കാം. അതുകൂടാതെ പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സെയിലിലെ 80% റൈറ്റ്സ് റയൽ ബെറ്റിസിന് നൽകാമെന്നായിരുന്നു ഒരു ക്ലോസ്. പിന്നെ അതേപോലെ തന്നെ ബാസക്ക് ഭാവിയിൽ ഒരു താരത്തെ സ്വന്തമാക്കണമെന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ 27 million euros നൽകിയിട്ട് പ്ലെയറെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു ബൈബാക്ക് ക്ലോസും ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡീലിൽ അത് ഫിയർ ക്ലോസ് ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ റയൽ ബെറ്റിസിനെതിരെയുള്ള മത്സരത്തിൽ വിക്ടർ റോക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡീലിൽ ആഡ് ആക്കിയിട്ടുള്ള ക്ലോസ്. അപ്പോൾ വിക്ടർ റോക്കേനെ നെക്സ്റ്റ് സീസണിൽ ഫ്ലിക്കിന് അണ്ടറിൽ പെർഫോം ചെയ്യണമെങ്കിൽ ഈ ഒരു സീസണിൽ റയൽ ബെറ്റിസിന് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് അദ്ദേഹത്തിൻ്റെ XG അദ്ദേഹം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസണിൽ ഫ്ലിക്കിന് അണ്ടറിൽ കാണാം, അല്ലെങ്കിൽ റയൽ ബെറ്റിസിലോ അല്ലെങ്കിൽ വേറെ ക്ലബിലെയോ പ്ലെയറെ കാണാം, അത്ര തന്നെ. പിന്നെ ഇതിന് ശേഷം നടന്ന ഡീലായിരുന്നു ലാംഗ്ലേ ടു അത്ലറ്റിക്കോ മാഡ്രിഡ്. ലോൺ ഡീൽ വഴി തന്നെയാണ് പ്ലെയർ പോയിട്ടുള്ളത്. ഈ ഒരു ഡീലിനകത്ത് ബൈ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ പ്ലെയറിൻ്റെ വേജ് 100% അത്ലറ്റിക്കോ മാഡ്രിഡ് നൽകാൻ റെഡിയാവുന്നില്ല. പകരം അതിൻ്റെ ഒരു 80-85% നൽകാനേ റെഡിയാവുന്നുള്ളൂ. ബാക്കി ശതമാനം ബാസ് നൽകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് 2026 വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒരു സീസണിൽ ഫ്ലിക്കിൻ്റെ അണ്ടറിൽ 3 താരങ്ങളാണ് ബാസിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ സീസണിൽ ലോൺ ഡീൽ വഴി പോയ 3 താരങ്ങളായ അൻസു ഫാറ്റി, എറിക് ഗാർസിയ, അതേപോലെ തന്നെ പാബ്ലോ ടോറെ, ഈ 3 താരങ്ങളുടെ കണ്ടിന്യൂറ്റിക്കാണ് ഫ്ലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സീസണിൽ അവരുടെ റിഡംഷൻ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. നടക്കുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ട് തന്നെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ടീമിൽ നടന്നിട്ടുള്ള ഡീൽസ്. പിന്നെ ബാസ് അത്ലറ്റിക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മഹ്മൂദ് ഫാൽ ബാസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ലോസ് ഏഞ്ചൽസിൽ നിന്ന് ലോൺ ഡീൽ വഴി വന്ന പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ പ്ലെയർ പെർമനൻ്റ് ആയിട്ട് ബാസ് അത്ലറ്റിക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 4 million euros ആണ് ബാസ് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെൻറ്റർ ബാക്ക് ഈ ഒരു സീസണിൽ തന്നെ ഫസ്റ്റ് ടീമിലേക്ക് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. നമുക്ക് നോക്കാൻ വരുമോ ഇല്ലയാണ്. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീലായിരുന്നു റൗൾ ഡിയാ കോസ്റ്റ. ഈ ഒരു താരം പോയിന്റ് ഫെറാൻഡ എന്ന് പറയുന്ന ക്ലബിൻ്റെ പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് വിംഗറിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ബാസ് ഏകദേശം 500,000 euros ആണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു താരം ഫസ്റ്റ് ടീമിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നൊരു പ്ലെയർ എന്ന് പറയുന്നത് വിക്ടർ ബാർബേറയാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ പെർമനൻ്റായിട്ട് പോയൊരു പ്ലെയറായിരുന്നു. അതും ഫ്രീ ട്രാൻസ്ഫറായിട്ട് ക്ലബ് ബ്രൂക്കിലേക്ക് പോയൊരു പ്ലെയറായിരുന്നു. ആ ഒരു പ്ലെയറാണ് ഇപ്പോൾ തിരിച്ച് ബാസ് അത്ലറ്റിക്കിലേക്ക് റീജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതും ഫ്രീ ട്രാൻസ്ഫർ എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 20 വയസ്സുകാരൻ സെൻറ്റർ ഫോർവേഡ് റോളിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു താരത്തിന് ചിലപ്പോൾ ഫ്ലിക്കിന് അണ്ടറിൽ പ്ലേയിങ് ടൈം ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന പ്ലെയർ എന്ന് പറയുന്നത് ജുവാൻ പിയേറ എന്ന് പറയുന്ന പ്ലെയറാണ്. പ്ലെയറും ഒരു സെൻറ്റർ ഫോർവേഡാണ്. 19 വയസ്സേ ഉള്ളൂ. അത്ലറ്റിക്കോ ബെലിയാറസ് എന്ന് പറയുന്ന ക്ലബിൻ്റെ പ്ലെയറാണ്. ഇപ്പോൾ ഫ്രീ ട്രാൻസ്ഫർ എന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലെയർ ബാസെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീലായിരുന്നു എൽഡർ ടാഗിസാദ ഡീല്. പ്ലെയർ ഈ ഒരു CD ലൂഗോ എന്ന് പറയുന്ന ക്ലബിൻ്റെ പ്ലെയറാണ്. 21 വയസ്സുകാരനായ ഈ ഒരു ഗോൾ കീപ്പർ ഫ്രീ ട്രാൻസ്ഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ബാസ് ഈ ഒരു ഗോൾ കീപ്പറെ CD ടു ലാനോ എന്ന് പറയുന്ന ക്ലബിലേക്ക് നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീലായിരുന്നു ഇവാൻ സെൻട്രിക് ഡീല്. ഈ ഒരു 22 വയസ്സുകാരനായ സെൻറ്റർ ഫോർവേഡ് ലാപാൽമാസിൻ്റെ പ്ലെയറാണ്. ലോൺ ഡീൽ വഴിയാണ് പ്ലെയർ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീലായിരുന്നു ഓസ്കാർ ഉരിയന എന്ന് പറയുന്ന ഡീല്. അപ്പോൾ ഈ ഒരു 21 വയസ്സുകാരനായ ലെഫ്റ്റ് വിംഗർ ജിറോണ FC പ്ലെയറാണ്. അപ്പോൾ ചെറിയൊരു എമൗണ്ടിനാണ് ഈ ഒരു ഡീൽ നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീൽ എന്ന് പറയുന്നത് റൂബൻ ലോപ്പസ് ഡീലാണ്. ഈ ഒരു 20 വയസ്സുകാരനായ മിഡ്ഫീൽഡർ ഡിപ്പോർട്ടിവോയുടെ പ്ലെയറാണ്. ലോൺ ഡീൽ വഴിയാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീൽ എന്ന് പറയുന്നത് ഡേവിഡ് ഉഡോറോ ഡീലാണ്. ഈ ഒരു 18 വയസ്സുകാരനായ ലെഫ്റ്റ് ബാക്ക് ആക്ര ലയൺസ് പറയുന്ന ക്ലബിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു എമൗണ്ടിനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ലെഫ്റ്റ് ബാക്ക് തന്നെയാണ്. വാൾഡേ ലെവലുള്ളൊരു പ്ലെയർ ആണെന്ന് വേണം പറയാൻ.
എന്തായാലും ഈ ഒരു സീസണിൽ ഈ ഒരു പ്ലെയറിന് ഫസ്റ്റ് ടൈം ആക്ഷൻ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഡീല് പെട്രോസോമ ഡീലാണ്. ഈ ഒരു 18 വയസ്സുകാരനായ മിഡ്ഫീൽഡർ കോർണല അറിയുന്ന ക്ലബിൻ്റെ പ്ലെയറാണ്. ലോൺ ഡീൽ വഴിയാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീലായിരുന്നു ഏഞ്ചൽ അലാർക്കൻ ഡീല്. ഇപ്പോൾ ഈ ഒരു 20 വയസ്സുകാരനായ ലെഫ്റ്റ് വിങ്ങർ ഇപ്പോൾ FC പോർട്ടോ B ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രീ ട്രാൻസ്ഫർ ആയിരുന്നു അത്. എന്തായാലും പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സെയിലിലെ 50% റൈറ്റ്സ് ബാസ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീൽ എന്ന് പറയുന്നത് റൂബൻ കാൻറ്ററോ ഡീലായിരുന്നു. ഈ ഒരു 20 വയസ്സുകാരനായ സെൻ്റർ ബാക്ക് ഇപ്പോൾ ഹെർക്കുലിസ് CF എന്ന് പറയുന്ന ക്ലബിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഫ്രീ ട്രാൻസ്ഫറാണ്. പ്ലെയറിൻ്റെ ഫ്യൂച്ചർ സെയിലിൽ ചെറിയ ശതമാനം ബാസ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീലായിരുന്നു പോച്ച റോമൻ ഡീൽ. ഈ ഒരു 20 വയസ്സുകാരനായ റൈറ്റ് വിങ്ങർ ഇപ്പോൾ ലോൺ ഡീൽ വഴി FC കാർട്ടാജീന എന്ന് പറയുന്ന ക്ലബിലേക്ക് പോയിട്ടുണ്ട്. 1 ഇയർ ലോൺ ഡീലിലാണ് പ്ലെയർ പോയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നടന്ന ഡീലായിരുന്നു ബയൽ വിസൻസ് ഡീല്. ഈ ഒരു 20 വയസ്സുകാരനായ മിഡ്ഫീൽഡർ ഇപ്പോൾ ലോൺ ഡീൽ വഴി ജിംനാസ്റ്റിക് എന്ന് പറയുന്ന ക്ലബിലേക്ക് പോയിട്ടുണ്ട്. 1 ഇയർ ലോൺ ഡീൽ വഴിയാണ് പ്ലെയർ പോയിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു ക്ലബിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാസ ഫസ്റ്റ് ടീമും അതേപോലെ തന്നെ അത്ലറ്റിക്കും നടത്തിയിരിക്കുന്ന സൈനിങ്സും എക്സിറ്റ്സും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.